സൗദി അറേബ്യയോട് ഇറാനോടൊപ്പം ചേർന്ന് നിൽക്കണമെന്ന് വീണ്ടും വിദേശകാര്യമന്ത്രി സൗദി ഗവൺമെന്റിനോട് അഭ്യർത്ഥിച്ചു. ഇത് രണ്ടാം തവണയാണ് ഇത്രയും ശക്തമായിരിക്കുന്ന ഒരു അഭിപ്രായങ്ങളും നിലപാടുകളും ഇറാൻ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായി സൗദി അറേബ്യക്ക് ലഭിച്ചിരിക്കുന്നത്. അവർ പറയുന്ന കാര്യം ഇതാണ്: നമ്മൾ യുദ്ധത്തിലാണ്, നമ്മൾക്കെതിരെ അന്താരാഷ്ട്ര സൈനിക ശക്തികൾ സംഘം ചേർന്നിരിക്കുന്നു, അവർക്കെതിരെ വിജയം നേടുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. ഹൂത്തികൾക്ക് അനുകൂലമായുള്ള സൗദി അറേബ്യയുടെ നിലപാടിനെ ഞങ്ങൾ പ്രശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഇറാനോട് ചേർന്ന് നിൽക്കാൻ വേണ്ടി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഈ യുദ്ധത്തിൽ തീർച്ചയായിട്ടും നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും. വിജയിക്കുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. നമ്മൾ ആദ്യഘട്ടത്തിൽ തന്നെ വിജയിച്ചു കൊണ്ടേയിരിക്കുന്നു. അവസാന ഘട്ടവും വിജയം നമ്മൾക്ക് തന്നെ ഉള്ളതാണ്. സൗദി അറേബ്യ അടങ്ങുന്ന മിഡിൽ ഈസ്റ്റിലെ പ്രധാന രാജ്യങ്ങളൊക്കെ ഇറാനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ ബദ്ധശത്രുക്കളായിരിക്കുന്ന ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി സഹകരിക്കണം. ഇങ്ങനെ പോകുന്ന ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള സമീപനങ്ങളും അവരുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എന്താണ് സൗദി അറേബ്യ ഇതിന് മറുപടി പറഞ്ഞത് എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും ഇപ്പോഴും പുറത്തു വന്നിട്ടില്ലെങ്കിലും ഈ യുദ്ധത്തെ, ഈ നിലപാട് എത്രത്തോളം സ്വാധീനിക്കും, എത്രത്തോളം അന്താരാഷ്ട്ര മേഖലയിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ചർച്ച ചെയ്യും എന്നതാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. കാര്യമെന്ന് പറയുന്നത്, യുദ്ധം തുടങ്ങി ഏകദേശം ഒരു മാസം കഴിയുന്നതോടുകൂടി ഒരു വർഷത്തിലേക്ക് എത്തുകയാണ്. ഒക്ടോബർ 7-ാം തീയതി ആരംഭിച്ച യുദ്ധത്തിന് വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പോഴും ഇസ്രായേൽ സാധിച്ചിട്ടില്ല. ആളുകൾ മരണപ്പെടുന്നുണ്ട്, ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബിൽഡിങ്ങുകളും ബന്ധപ്പെട്ട സ്ഥാപനങ്ങളും വീടുകളും പള്ളികളും അടക്കം മത സാമൂഹ്യ മേഖല മുഴുവൻ തകർന്നടഞ്ഞിരിക്കുന്നു. റോഡുകൾ അടങ്ങുന്ന പൊതുമേഖലാ കേന്ദ്രങ്ങളെല്ലാം തകർത്തിരിക്കുന്നു. അവിടെ ഒരു പുനരുദ്ധാരണം ഉണ്ടാവുകയാണെങ്കിൽ ഒരുപക്ഷെ പൂർവ്വസ്ഥിതിയിലേക്കാവാൻ പതിറ്റാണ്ടുകൾ എടുക്കും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. ഇതാണ് അവിടുത്തെ മൊത്തത്തിൽ പൊതുവായിരിക്കുന്ന സ്ഥിതികളും സാഹചര്യങ്ങളും നിലനിൽക്കുന്നത്. അന്താരാഷ്ട്ര മേഖലയിൽ പരമാവധി രാജ്യങ്ങളും UN സഭയും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയും പാലസ്തീനും ഗസക്കൊപ്പം നിൽക്കുന്നു. ബാക്കിയുള്ള മറ്റുള്ള രാജ്യങ്ങളും അതോടൊപ്പം തന്നെ വ്യത്യസ്തമായിരിക്കുന്ന ഇസ്രായേലിനെ പിന്തുണക്കുന്നു, കാലോചിതപരമായി പിന്തുണക്കുന്ന രാജ്യങ്ങൾ പോലും നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേലിന് ഈ നിലപാടിനെ വിമർശിക്കുകയും ചെയ്തു. ഇതൊക്കെ നമുക്ക് ഒരുപാട് അനുകൂലമായിരിക്കുന്ന കാര്യമാണ്. തീവ്ര ചിന്താഗതിയുള്ള പ്രവർത്തകരാണ് ഹമാസ് എന്ന് പല ഘട്ടങ്ങളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഒരു പ്രവൃത്തിയോട് UN സഭാ സെക്രട്ടറിക്ക് പോലും യോജിപ്പില്ല. ശൂന്യതയിൽ നിന്നുണ്ടായതല്ല ഹമാസിന്റെ ആക്രമണം, അത് പതിറ്റാണ്ടുകളായി അവരനുഭവിക്കുന്ന ക്രൂരതയുടെയും പീഡനത്തിന്റെയും പ്രതിഫലനമാണ് എന്ന് കൃത്യമായ രീതിയിൽ തുറന്നു പറയാൻ പോലും UN സെക്രട്ടറി ജനറൽ ആന്റണിയോ ഗുട്ടറസ് മുന്നോട്ട് വന്നത് നമ്മൾക്ക് അഭിമാനം നൽകുന്ന കാര്യമാണ് എന്നുകൂടി ഇറാൻ ഇതിനോടൊപ്പം കൂട്ടിച്ചേർക്കുന്നു. യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ എളുപ്പത്തിൽ ഈ യുദ്ധത്തിൽ ഇസ്രായേലിനെ വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കുന്ന എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് എന്ന് അവർ മനസ്സിലാക്കിയിരുന്നു. യുദ്ധം ആരംഭത്തിന് ശേഷം അതിന്റെ ഘടകങ്ങളും അതിന്റെ സാഹചര്യങ്ങളും സ്ഥിതികളും വിലയിരുത്തുന്ന സമയത്ത് ഇതിങ്ങനൊന്നും നമ്മൾ കണ്ട പോലെയല്ല, കേട്ട പോലെയല്ല, അറിഞ്ഞ പോലെയല്ല, തീവ്രമാണ്, ശക്തമാണ്, വിജയിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ് എന്ന് അവർക്ക് തിരിച്ചറിഞ്ഞത്, കൃത്യമായ രീതിയിൽ തിരിച്ചറിഞ്ഞത് ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ അറബ് രാജ്യങ്ങളുടെ സഹകരണം അമേരിക്ക തേടിയപ്പോൾ ഓരോരോ രാജ്യങ്ങളും കൃത്യമായ രീതിയിൽ അമേരിക്കയോട് തങ്ങൾ സഹകരിക്കില്ല എന്ന് പറഞ്ഞതോടുകൂടിയാണ് ഇതിന്റെ ആന്തരികപരമായ രീതിയിൽ പലസ്തീൻ ഇസ്രായേൽ വിഷയം അറബ് രാജ്യത്തിനും അറബ് മേഖലയ്ക്കും മുറിവേറ്റിരിക്കുന്നു എന്നൊരു തിരിച്ചറിവ് അമേരിക്കയ്ക്കുണ്ടായി. ആധിപത്യം ഉണ്ടാക്കി, ചെങ്കടലിലൊക്കെ ആധിപത്യം ഉണ്ടാക്കി അവിടെ സ്വതന്ത്രമായ രീതിയിൽ വ്യത്യസ്തമായിരിക്കുന്ന രാജ്യങ്ങളുടെ കപ്പലുകൾ അവരുടെ ലക്ഷ്യത്തിലേക്ക് പ്രയാണം ആരംഭിക്കാൻ വേണ്ടി നേതൃത്വപരമായിരിക്കുന്ന പങ്കാളിത്തം തങ്ങൾ വഹിക്കും എന്നൊക്കെ അമേരിക്ക പറഞ്ഞിരുന്നു. ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട പരമാവധി രാജ്യങ്ങളോടൊക്കെ സഹകരിക്കാൻ വേണ്ടി പറയുകയും ചെയ്തു. സൗദി അറേബ്യയോട് ആദ്യം പറഞ്ഞു, ഈജിപ്തിനോട് പറഞ്ഞു, ബഹ്റൈനോട് പറഞ്ഞു, UAE പറഞ്ഞു. എല്ലാ രാജ്യങ്ങളും അതിനെ നിരാകരിച്ചു. തങ്ങൾ ഈ ഒരു സാഹചര്യത്തെക്കുറിച്ച് കൃത്യമായ രീതിയിൽ വിശദീകരിച്ചു കൊണ്ട് തന്നെയാണ് പറയുന്നത്, സ്വാതന്ത്ര്യത്തിന്റെ പോരാട്ടമാണ് പലസ്തീനിൽ നടക്കുന്നത് എന്നതിനാൽ അവരോടൊപ്പം നിൽക്കുകയാണ്. ശത്രുപക്ഷത്തിന്റെ ഭാഗമായിരിക്കുന്ന ഇസ്രായേലിനോടൊപ്പം ചേർന്ന് നിൽക്കുകയില്ല. ഇവിടെ നടക്കുന്ന യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു രീതിയിലുള്ള സഹകരണവും തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്ന് വളരെ കൃത്യമായ രീതിയിൽ സൗദി അറേബ്യയാണ് ആദ്യം തന്നെ പറഞ്ഞത്. അതോടുകൂടി തന്നെ അമേരിക്കക്ക് വലിയ നിരാശയായിരുന്നു. ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഹൂത്തികളെ ഇല്ലാതാക്കാൻ വേണ്ടി വലിയ രീതിയിലുള്ള യുദ്ധക്കപ്പലുകളൊക്കെ അവിടെ വിന്യസിച്ചിട്ടുണ്ടെങ്കിൽ പോലും ലക്ഷ്യം നേടാൻ വേണ്ടി ഇപ്പോഴും യഥാർത്ഥത്തിൽ അമേരിക്കക്ക് സാധിച്ചിട്ടില്ല. അതിന്റെ കാര്യമെന്ന് പറയുന്നത്
അതിർത്തിയുമായിട്ട് പങ്കിടുന്ന രാജ്യം. അത് മാത്രമല്ല അമേരിക്ക ഉദ്ദേശിച്ചത്, പതിറ്റാണ്ടുകളുമായി സഖ്യബന്ധമുള്ള രാജ്യങ്ങളാണ് അറബ് രാജ്യങ്ങൾ മുഴുവനും അമേരിക്കയുമായി. 75 വർഷമോ അതിലധികമോ പഴക്കവും ബന്ധങ്ങളും ഈ രാജ്യങ്ങൾ തമ്മിലുണ്ട്. അമേരിക്കയും സൗദി അറേബ്യയും ഖത്തറും ഒമാനും ബഹ്റൈനും അടങ്ങുന്ന പരമാവധി മുസ്ലിം രാജ്യങ്ങളൊക്കെ അമേരിക്കയോട് സഹവർത്തിത്വം പാലിക്കുന്ന രാജ്യമാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കലും വാങ്ങലുമായിരിക്കുന്ന ബന്ധങ്ങൾ, കയറ്റുമതി ഇറക്കുമതിയായിരിക്കുന്ന ബന്ധങ്ങൾ, ഈ ബന്ധത്തിൽ ഊന്നിയിരിക്കുന്ന ഒരു സഹകരണം പതിറ്റാണ്ടുകളായിട്ട് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വല്ലാതൊന്നും അമേരിക്കയുമായിട്ട് വെല്ലുവിളിക്കാനോ ബന്ധം വഷളാക്കാനോ അറബ് രാജ്യങ്ങൾ ശ്രമിക്കാറില്ല. കാരണം സുരക്ഷാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിന് എപ്പോഴും അമേരിക്കയാണ് ആശ്രയിക്കുന്നത് എന്നതിനാൽ അവരുമായിട്ട് സഹകരിച്ചുകൊണ്ട് നിൽക്കുന്ന പ്രവർത്തനമാണ് സാധാരണഗതിയിൽ അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഈ ഒരു ഉദ്ദേശം വളരെ കൃത്യമായ രീതിയിൽ അമേരിക്കയ്ക്ക് അറിയാം എന്നതിനാൽ ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അറബ് രാജ്യങ്ങൾ തങ്ങളോട് സഹകരിക്കും എന്നങ്ങോട്ട് വിശ്വസിച്ചു പോയി. 14ഓളം രാജ്യങ്ങൾ സഹകരിച്ചു കൊണ്ടാണ് ചെങ്കടലിൽ ഹൂത്തികളെ തകർക്കാൻ വേണ്ടി ഞങ്ങൾ പോകുന്നത് എന്ന് ആദ്യഘട്ടത്തിൽ തന്നെ അമേരിക്ക പറഞ്ഞു. തൊട്ട് അടുത്ത ദിവസം തന്നെ ബ്രിട്ടനും പറഞ്ഞു. UN സഭയിൽ പ്രത്യേക പ്രമേയം പാസാക്കിക്കൊണ്ട് അവർ വിജയിപ്പിച്ചെടുത്തു. അങ്ങനെ അമേരിക്കയുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഹൂത്തികളുടെ മേഖല തകർക്കാൻ വേണ്ടി തങ്ങൾ 14ഓളം രാജ്യങ്ങളുമായി ശ്രമിക്കുകയാണ് എന്നായിരുന്നു സൗദി അറേബ്യയും ബ്രിട്ടനും സംയുക്തമായ രീതിയിൽ അന്ന് പറഞ്ഞത്. അതിൽ ആദ്യം എണ്ണിയത് സൗദി അറേബ്യയാണ്, പിന്നെ ഈജിപ്ത് എണ്ണി. ഓരോരോ രാജ്യങ്ങളും, എണ്ണപ്പെട്ട രാജ്യങ്ങൾ മുഴുവനും പിറ്റേ ദിവസമായിട്ട് തങ്ങൾ ഇതിനില്ല, തങ്ങൾ ഇതിനോട് സഹകരിക്കില്ല എന്ന് പറഞ്ഞതോടുകൂടി അമേരിക്ക അവിടെ ഒറ്റപ്പെട്ടു. ഇതാണ് ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട അമേരിക്കയുടെ ഏറ്റവും വലിയ വിഷയമായിട്ട് വന്നത്. അപ്പോൾ ഈ മേഖലയിലെല്ലാം യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് സൈനികമായും സാമ്പത്തികമായും സഹായിക്കുന്നത് ഇറാനാണ് എന്ന് ലോകത്തിന് അറിയാവുന്നതാണ്. അത് ഹൂത്തികളാണെങ്കിലും ഹിസ്ബുള്ള ആണെങ്കിലും ഹമാസ് ആണെങ്കിലും അതോടെ ഇറാഖിൽ പ്രവർത്തിക്കുന്ന മലീഷ്യ വിഭാഗങ്ങളാണെങ്കിലും അവർക്കെല്ലാം വലിയ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നത് ഇറാനാണ്. ഇറാനും അമേരിക്ക അടങ്ങുന്ന സംഘവുമായിട്ടാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ യുദ്ധം നടക്കുന്നത് എന്നുള്ളത് കൃത്യമാണ്. ഈ ഒരു കാര്യത്തിൽ അറബ് രാജ്യങ്ങൾ നിഷ്പക്ഷത പാലിക്കുന്നു എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പ് തന്നെയാണ്. പരസ്യമായ രീതിയിലുള്ള യുദ്ധപ്രഖ്യാപനങ്ങളൊന്നും ഇതുവരെ അറബ് രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടില്ല. 1967 നടന്ന അറബ് ഇസ്രായേൽ യുദ്ധത്തിലും ഈ അറബ് മേഖല ഒരിക്കലും അവരുമായിട്ട് സഹകരിക്കുകയോ അതല്ലെങ്കിൽ അവർക്ക് എതിർ നിൽക്കുകയോ രണ്ടും ചെയ്തിട്ടില്ല. നിഷ്പക്ഷത പാലിച്ചു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ജോർദാനും ഈജിപ്തും നേതൃത്വം നൽകിയിരിക്കുന്ന 1967 അറബ് ഇസ്രായേൽ യുദ്ധത്തിൽ സഹകരിക്കാൻ വേണ്ടി വ്യത്യസ്തമായിരിക്കുന്ന മുസ്ലിം രാജ്യങ്ങളോട് അന്ന് അഭ്യർത്ഥിച്ചിരുന്നു. അത് ഈജിപ്തായിരുന്നു നേതൃത്വപരമായിരിക്കുന്ന പങ്കാളിത്തം വഹിച്ചത്. ഇറാനും ഇറാഖും ഈ യുദ്ധത്തിൽ ഉണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കുറഞ്ഞ രീതിയിലാണെങ്കിൽ പോലും സഹകരിച്ചിട്ടുണ്ട് അവർ. പക്ഷെ ആരുണ്ടായിട്ടില്ല, അറബ് മേഖലയൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം ഇറാൻ വിശദീകരിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ യുദ്ധമുഖത്താണ്, നമ്മുടെ ശത്രുക്കൾ ഭയങ്കരന്മാരും ശക്തന്മാരുമാണ്, നമ്മൾക്ക് ഇതിൽ വിജയം ഉണ്ടാകുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. പാലസ്തീൻ എന്ന് പറയുന്ന ഭൂമിക്ക് സ്വാതന്ത്ര്യമായി കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വം, നമ്മുടെ ബാധ്യതയുമാണ്. ആ ബാധ്യത നമ്മൾ നിർവഹിക്കണം. നിങ്ങൾ ഞങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കണം. ഏത് തരത്തിലാണ് ചേർന്ന് നിൽക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള വിശദീകരണങ്ങളൊന്നും അവർ നൽകിയിട്ടില്ല. എന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ടോ സൈനികപരമായിട്ടോ ആയുധപരമായിട്ടോ യുദ്ധമുഖത്ത് സജീവമായി നിന്നിട്ടോ ഏത് തരത്തിലാണെന്ന് പറഞ്ഞിട്ട് സഹകരിച്ച് നിൽക്കണം, ചേർന്ന് നിൽക്കണം. നമ്മൾ യുദ്ധമുഖത്താണ്, നമ്മൾക്ക് വിജയിക്കണം. തീർച്ചയായിട്ടും നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും. ഇതിന് കൃത്യമായ രീതിയിൽ ഏത് തരത്തിലാണ് സൗദി അറേബ്യയുടെ ഭാഗത്തുള്ള മറുപടി എന്നതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങളൊന്നും ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. കാര്യങ്ങൾ മുഴുവൻ കൃത്യമായ രീതിയിൽ തങ്ങൾക്ക് കേൾക്കുകയും തങ്ങൾ ശ്രമിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് സർക്കാരിന്റെ ഭാഗത്തുള്ള പ്രതിനിധി പറഞ്ഞതായിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത്. ഇനി ഇതിന് മുന്നോട്ട് ഈ സൗദി അറേബ്യക്ക് പുറമെ UAE-യുമായിട്ടും മറ്റുള്ള രാജ്യങ്ങളുമായിട്ടും ഒക്കെ ഈ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പ്രതിനിധി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അവരുടെ ഭാഗത്തുനിന്ന് മറുപടി തരത്തിലാണെന്ന് ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല എന്നൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ പറയുന്ന കാര്യം, അറബ് രാജ്യങ്ങളെ ഏകോപിപ്പിച്ച് നിർത്താൻ വേണ്ടി നമ്മൾ വലിയ ശ്രമം നടത്തേണ്ടതുണ്ട്. മിഡിൽ ഈസ്റ്റ് ഭാഗങ്ങളിൽ നിന്ന് നമ്മൾ അങ്ങനെ അകന്നകന്നു പോവുകയാണ്. അവിടെ വലിയ ആധിപത്യം അമേരിക്ക ഉണ്ടാക്കുന്നു. അമേരിക്കയുടെ ആധിപത്യം തകർത്തിട്ടില്ലെങ്കിൽ വിശ്വാസപരമായും സാമ്പത്തികപരമായും സാമൂഹികപരമായ രീതിയിലും നമ്മൾ ഒരുപാട് പിറകോട്ട് പോകേണ്ട ഒരു സാഹചര്യം വരും. കാരണം കൃത്യമായിരിക്കുന്ന ഒരു ഇഡൻ അജണ്ട അമേരിക്കക്കുണ്ട് എന്നുള്ളത് കൃത്യമാണ്. നമ്മളോടിപ്പം റഷ്യയും ചൈനയും വലിയ രീതിയിൽ സഹകരിക്കുന്നു. അവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് നമ്മൾക്ക് ഈ മേഖല അമേരിക്കയെ ഒഴിവാക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകണം. അതിനെന്ത് ചെയ്യണം? ഇസ്രായേൽ തകരണം. ഇസ്രായേൽ തകരുക എന്ന് പറഞ്ഞാൽ പാലസ്തീന്റെ സ്വാതന്ത്ര്യമാണ് നമ്മൾ ഉദ്ദേശം. അത് രാജ്യമായിട്ട് പ്രഖ്യാപിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുന്നതുവരെ നമ്മൾ യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കണം. അതിന് അറബ് മേഖല തങ്ങളുമായിട്ട് സഹകരിക്കണം. ഈ സഹകരണം വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അങ്ങനെ ഇറാൻ
ഇറാന്റേതായിരിക്കുന്ന കൃത്യവും വ്യക്തമായിരിക്കുന്ന നിലപാടാണ് സൗദി അറേബ്യയുടെ മുൻപാകെ വെച്ചിരിക്കുന്നത്. സൗദി അറേബ്യ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഏത് തരത്തിൽ മറുപടി പറയും എന്നതും ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അതിനിർണായകമായിരിക്കുന്ന ഭാഗമായിട്ട് തന്നെ ലോകം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വിലയിരുത്തുകയാണ്.